എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാരാഹി ദേവിയുടെ സ്പെഷ്യൽ മന്ത്രമാണ് പറയാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ആരും തന്നെ ക്ലിക്ക് ചെയ്യുന്നതായി കാണുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വാരാഹി അമ്മയുടെ മറ്റൊരു മന്ത്രമാണ്. ശൈവരും വൈഷ്ണവരും ശാക്തരും വരാഹിയെ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വാരാഹി ദേവി അത്രയും ശക്തിയായിട്ടുള്ള ദേവിയാണെന്നല്ലേ. വരാഹി ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രി ദേവതയാണ്. രാത്രി ദേവത, ചിലപ്പോൾ ധ്രുമവരാഹി അല്ലെങ്കിൽ ഇരുണ്ട വരാഹി എന്നറിയപ്പെടുന്നു. ധൂമാവതി, ഇരുട്ടിൻ്റെ ദേവത എന്നറിയപ്പെടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രപ്രകാരം സൂര്യാസ്തമയത്തിന് ശേഷവും ഉദയത്തിന് മുൻപും വരാഹിയെ പൂജിച്ചാൽ അത്യുത്തമമാണെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്, അതാണ് വാസ്തവം. അർദ്ധരാത്രിയാണ് പൂജാ സമയം എന്ന് പരശുരാമ കൽപ്പസൂത്രം വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ വരാഹിയെ ആരാധിക്കുന്നത് രഹസ്യമായ വാമമാർഗ താന്ത്രിക സമ്പ്രദായങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു വരാഹി ദേവിയുടെ ആരാധന പ്രത്യേകിച്ചും മറ്റ് ദേവികളെയും ദേവന്മാരെയും വെച്ച് കണക്കാക്കുമ്പോൾ വളരെ ഡിഫറെൻ്റാണ്. പ്രത്യേക പൂജയോ നിഷ്ഠകളോ അങ്ങനെ ഒന്നും തന്നെയില്ല. നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രം ആണ് വാരാഹി മന്ത്രം. ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ പല രീതിയിലാണ്. അതായത് നേപ്പാൾ, ഗുജറാത്ത് അങ്ങോട്ടൊക്കെയാണ് വാരാഹി ദേവിയുടെ പൂജകൾ ഒത്തിരി. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ അവിടെ ഭയങ്കരമായ വിശ്വാസമുള്ള വിശ്വാസം മാത്രമല്ല, നല്ല രീതിയിൽ പൂജകളും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര രീതിയിൽ ബ്ലെസ്സിങ്സൊക്കെ കിട്ടുന്നുണ്ട്. വരാഹി ദേവി പൊതുവേ നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭക്തരെ കൈവിടിയില്ല. ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ നമുക്ക് വേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ, അതേപോലെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്, നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. പകൽ സമയത്ത് പൊതുവേ വരാഹി അമ്പലങ്ങൾ അടച്ചിരിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും സന്ധ്യാസമയം അല്ലെങ്കിൽ വൈകുന്നേരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം, നമുക്ക് ദീർഘായുസിനായി വരാഹി ഉണർത്താൻ ദേവി മഹാത്മ്യം നിർദ്ദേശിക്കുന്നുണ്ട്. ഭയങ്കര ശക്തിയേറിയ മന്ത്രമാണ് കേട്ടോ. 30 യന്ത്രങ്ങളും 30 മന്ത്രങ്ങളും വരാഹി ആരാധിക്കുന്നതിലും അവളുടെ പ്രീതിയാൽ നമ്മൾ വിചാരിക്കത്തത്ര ഒരുപാട് നേട്ടങ്ങൾ നേടുന്നതിനും നമുക്ക് ഈ മന്ത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു വരാഹി ശക്തിയെ സൂചിപ്പിക്കുന്നത് പവർഫുൾ എന്നാണ്. അത്രയും ശക്തിയേറിയ ഒരു ദേവിയാണ് വരാഹി ദേവി. നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു പേട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമുണ്ട്. ഞാൻ ഇടയ്ക്കൊരു കുറേ വീഡിയോസ് ഇടാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ എന്തായാലും എല്ലാവർക്കും ലൈവിൽ വന്ന് കാണിച്ചു തരാം. അവിടെ ശരിക്കും ഒരു കുഞ്ഞ് അമ്പലമായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 1-2 സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള വരാഹി ക്ഷേത്രമാണ്, ശ്രീ പഞ്ചമി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ വരാഹി ദേവിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. വളരെ കുഞ്ഞ് അമ്പലമായിരുന്നു. ഇപ്പോൾ അത് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്ത് ഒത്തിരി ആളുകൾ ചേർന്ന് സഹകരിച്ച് നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നു. പൂജയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വളരെ പ്രശസ്ത, ഭയങ്കര ഫേമസ് ആണ് ആ ഒരു ക്ഷേത്രം. അതുപോലെ തൃശ്ശൂരുണ്ടെന്നറിയാം, അന്തിക്കാടുള്ള ആലുംതാഴം ശ്രീ വരാഹി ക്ഷേത്രം. ഇപ്പോൾ ഇത് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് കണ്ട് അമ്മയോട് നേരിട്ട് നമുക്ക് ദർശിക്കാനാവാത്തവർക്കൊക്കെ ഭയങ്കര ഈ രോഗബാധിതരൊക്കെ അവർക്കൊക്കെ എപ്പോഴും വന്ന് വിസിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റത്തില്ല. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കാണുക, വീഡിയോയിലൂടെ പ്രാർത്ഥന ശ്രമിച്ചാലും മതി. അല്ലെങ്കിൽ മനസ്സിരുത്തി നമ്മളൊന്ന് ദേവിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദേവി ചെയ്തു തരും. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ദേവി കേൾക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ നടത്തി തരുമെന്ന്. അത്രയും പവർഫുള്ളാണ് കേട്ടോ. തൃശ്ശൂരുള്ള ആലുംതാഴം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് വരാഹി ക്ഷേത്രമാണ്. പിന്നെ അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും കാസർഗോഡും ഉണ്ട്. ചേർത്തല വടക്കേക്കാവ് വരാഹി ക്ഷേത്രമുണ്ട്. പട്ടുവം, കണ്ണൂർ, കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉണ്ട്. നെല്ലിക്കാം കണ്ടി വരാഹി ക്ഷേത്രം, താമരശ്ശേരി ക്ഷേത്രം. ഭഗവതി ശരിക്കും ദേവിയോടൊപ്പം സപ്തമാതാക്കളുടെ ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വരാഹി ദേവി അവളുടെ
7 തോഴികളോടൊപ്പം തൃപ്പൂണിത്തുറയിലെ ആമേദ സപ്തമാതാ ക്ഷേത്രം, അവിടെ അങ്ങനെയാണ്. ഭയങ്കര ശക്തിയുള്ള ഒരു പ്രതിഷ്ഠ തന്നെയാണ് അവിടെ നിന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നുണ്ട് വാരാഹി ദേവി. അപ്പോൾ ഇതുവരെയും വാരാഹി ദേവിയെ അറിയാൻ കഴിയാത്തവർക്കും അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർക്കുമെല്ലാം വാരാഹി ദേവിയുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോസ് നോൺ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒരുപാട് പേര് UAE-ലും ഖത്തർ അങ്ങനെ എല്ലായിടത്തും ഈവൻ US-ലും കുറേ പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ദയവ് ചെയ്ത് അത് ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ താഴെയും പേരും നാളും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യവും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഈ ഒരു മന്ത്രവും അതുപോലെ തന്നെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ വാരാഹി ദേവിയെക്കുറിച്ചുള്ള നല്ല കുറേ കാര്യങ്ങൾ നമ്മളിന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതുപോലെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുകയും ചെയ്യണം. ഏതാണ് ആ മന്ത്രം എന്ന് ഞാനിവിടെ പറയാം കേട്ടോ, കൂടെ ജപിക്കണേ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസഗാദിസമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ.
ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः। ॐ हलसगारिसमायुक्तायै नमः। ॐ भक्तानामभयप्रदायै नमः। ॐ खड्गशूलगदाहस्तायै नमः। ॐ मुसलधारिण्यै नमः।
ഓം ഹലസകാരി സമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ നമഃ. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. ഓം ഹലസകാരി സമായുക്തായേ നമഃ. ഓം ഭക്താനാമഭയപ്രദായേ